ലോകം ക്രിസ്മസ് ആഘോഷങ്ങളിൽ ദേവാലയങ്ങളിലെ പാതിരാ കുർബാനകളിൽ പങ്കെടുത്ത വിശ്വാസികൾ വിവിധ പള്ളികളിൽ സഭാ മേലധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ക്രിസ്മസ് സമയത്ത് നടന്ന അതിക്രമങ്ങളെ സഭാ നേതൃത്വം അപലപിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി സന്ദേശങ്ങൾ വായിച്ചു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ബസേലിയോസ് മാർ ക്ലിമ്മീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. സിറോ മലബാർ സഭാസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തിയതും നമ്മെ ആഹ്വാനം ചെയ്തതും. കൊല്ലം ഇടമൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക ബാവ ജനന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ളതായ ഈ വിധ്വംസ പ്രവർത്തനങ്ങൾ അന്ധകാരത്തിൻ്റെതാണ്. ആ അന്ധകാര ശക്തികളെ നിയന്ത്രിക്കാൻ ഭാരതത്തിലെ ഭരണകൂടത്തിന് സാധിക്കണം. സംസ്ഥാനത്ത് വിവിധ പള്ളികളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. ദരിദ്രരെ പരിഗണിക്കാത്തവർ ദൈവത്തിനൊപ്പമല്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ. കുടിയേറ്റക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തണം. മാർപ്പാപ്പയായ ശേഷമുള്ള ആദ്യ ക്രിസ്മസ് സന്ദേശത്തിലാണ് വിശ്വാസികളോട് ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.